നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും വീണ്ടും വിളിച്ചതല്ലേ? കൃഷ്ണമാമയായിരുന്നു. എത്ര നേരം ഒന്ന് കരുതിയ ഫോൺ എടുക്കാതിരിക്കുന്നേ? അവർക്കും ടെൻഷൻ ആവില്ലേ? നേരെ ഒരുപാടായി. സുന്ദരി വീട്ടിലേക്ക് പൊയ്ക്കോ. അമ്മ ഇവിടെ തനിച്ചല്ലേ? എനിക്ക് വൈഗ മേഡത്തിനെയും കുഞ്ഞിനെയും ഒന്ന് കാണുകയും വേണം. ഞാൻ തനിച്ചുള്ളത് കാര്യമൊക്കെ ഉണ്ടാവും. മോളെയും കുഞ്ഞിനെയും നാളെ ആയാലും കാണാലോ. എന്തിനാ വീട്ടുകാരെ ടെൻഷനാക്കുന്നേ? പോയിട്ട് നാളെ രാവിലെ വന്നാ മതി. ചെല്ല സുന്ദരി, പറയുന്ന കേക്ക്. ശരി അമ്മ, എങ്കിൽ ഞാൻ പോയിട്ട് രാവിലെ വരാം. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. രാത്രി ആയാലും ചേട്ടായും കുട്ടി ഞാൻ വരാം. ചെല്ല. ശരി അമ്മ. അമ്മ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ല മോളെ, നമ്മുടെ സുന്ദരി ഇതുവരെ കണ്ടില്ലല്ലോ. അവളില്ലാതെ എങ്ങനെയാ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നത്? നമ്മുടെ കുടുംബകാര്യത്തിനൊന്നും അല്ലല്ലോ അവള് പോയിരിക്കുന്നത്. പോകരുതെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ വൈഗ മേഡം എന്ന് പറഞ്ഞ് പുറകെ പോയിരിക്കുന്നതല്ലേ. പോയിട്ട് സൗകര്യമുള്ളപ്പോ വരട്ടെ. ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ. ജീവിതം കുട്ടിച്ചോറാക്കി ഒരുത്തന്റെ കുഞ്ഞിനെ താലോലിക്കാൻ പോയിട്ട് വന്നിരിക്കുന്നു. നീ ഈ കാണിക്കുന്നതൊക്കെ നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ സുന്ദരി നിനക്ക്? ഉണ്ടോ? വൈഗ മേഡത്തിന് സുഖമില്ലാതായെന്നും പ്രസവിക്കാൻ വേണ്ടി ആശുപത്രി കയറ്റിയെന്നും ഒന്ന് വിളിച്ചു പറഞ്ഞതാ നീ. നിന്നെ എത്ര പ്രാവശ്യം ഇവിടുന്ന് വിളിച്ചു? ഒന്ന് ഫോൺ എടുക്കാനെങ്കിലും നിനക്ക് തോന്നിയോ? അവിടെ ശുശ്രൂഷിക്കാൻ പോയിരിക്കുന്നു. ഒരാൾക്ക് സുഖമില്ലാന്ന് പറഞ്ഞ ഒരു സഹായം ചെയ്യുന്നത് തെറ്റാണോ അച്ഛമ്മ? ഏതോ ഒരു പെണ്ണിനെയാണ് നീ ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രസവം കഴിയുന്നത് വരെ കാവലിരുന്നതെങ്കിൽ അത് നിന്റെ നല്ല മനസ്സെന്ന് ഞാൻ പറയുമായിരുന്നു. ഇതേതോ ഒരുത്തിയല്ല. അവളുടെ സ്ഥാനം എന്താണെന്ന് എന്നെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട. എന്റെ നാവ് കൂടി നാറിപ്പോവും അതൊക്കെ പറഞ്ഞ. വീടമ്മ, ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ കുടുംബത്തെക്കാൾ വലുതാ അവൾക്ക് അവളുടെ വൈഗ മേഡത്തിന്റെ കുടുംബം. നമ്മളൊക്കെ വിഷമിച്ചാലെന്ത്, സങ്കടപ്പെട്ടാലെന്ത്, കരഞ്ഞാലെന്ത്, വൈഗയ്ക്ക് വേണ്ടി പോയിട്ട് വരുമ്പോ കാത്തിരിക്കലും മാത്രമാണല്ലോ നമ്മുടെയൊക്കെ ജോലി. എല്ലാത്തിനൊരു പരിധിയുണ്ട് സുന്ദരി. കാർത്തിക് ദ്രോഹം വരുത്തി വെച്ചത് നിനക്ക് മാത്രമല്ല, എന്റെ മാലിനിക്കും കൂടിയാ. അത് നീ മറക്കണ്ട. ഈ നേരം അത്രയും വൈഗയ്ക്ക് വേണ്ടി നീ ആശുപത്രി പോയി കാവലിരുന്നപ്പോ ഞങ്ങളുടെയൊക്കെ മനസ്സില് അവൻ കോരിയിട്ട തീയെ കുറിച്ച് നീ ഒന്ന് ആലോചിക്കാത്ത എന്താ? മോള് വന്നോ? മോള് വന്നൂന്നല്ല, മോളെ ഇനി അകത്തോട്ട് കേട്ടണോന്ന് ആലോചിക്കായിരുന്നു ഞാൻ. അല്ല, അതിനുവേണ്ടി ഇപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? എന്തായി മോളെ പോയ കാര്യം? വൈകിയുടെ പ്രസവം കഴിഞ്ഞു അല്ലേ? പെൺകുഞ്ഞ. എന്തായാലും മോള് സമയത്ത് അവിടെ എത്തി. വൈകി ആശുപത്രി കൊണ്ടുപോയല്ലോ. ഒരു കുഴപ്പമില്ലാതെ പ്രസവം കഴിഞ്ഞു. സന്തോഷമുള്ള കാര്യം തന്നെയാ. അപ്പൊ പിന്നെ മാമനും മോളും കൂടി ഇവിടെ നിന്ന് സന്തോഷിക്ക്. ഞങ്ങൾക്കേ വേറെ പണിയുണ്ട്. അങ്ങനെ പോവാതെ അവിടെ നിക്കേ. മോളെ സുന്ദരി, കൃഷ്ണമാമ ഇപ്പൊ പറയുന്നത്
മോള് ശ്രദ്ധിച്ച് കേൾക്കണം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ചെയ്തു കൊടുക്കേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇതോടെ അങ്ങ് നിർത്തിയേക്കണം. ഇനി മേലിൽ വൈകയുടെ വീട്ടിൽ പോവുകയോ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കേട്ടല്ലോ? എങ്കിൽ പിന്നെ വാ, വന്നു വല്ലതും കഴിക്കുമോളെ. ശ്രീദേവി, മോക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുക. പേടിക്കണ്ട മാഡം, മാഡം ഇപ്പൊ ഹോസ്പിറ്റലാ. മാഡത്തിന്റെ ഡെലിവറി കഴിഞ്ഞു, പെൺകുഞ്ഞാ. അല്ല, എന്റെ കുഞ്ഞെവിടെ? മാഡം പേടിക്കാനൊന്നുമില്ല, കുഞ്ഞ് ഹെൽത്തി ആയിരിപ്പുണ്ട്. ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ മാഡത്തിന്റെ ഹസ്ബൻഡിനോട് ഇങ്ങോട്ട് വരാൻ പറയാം. വൈക, മോളെ. എങ്ങനെയുണ്ട് ഇപ്പൊ? കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തുമാത്രം പേടിച്ചു എന്നറിയോ? പേടിച്ചെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ. ദൈവം തുണച്ചു. നീ നമ്മുടെ മോളെ കണ്ടായിരുന്നോ? ഇല്ല, ഇൻക്യുബേറ്ററിൽ വെച്ചിരിക്കുക. ഇപ്പൊ കൊണ്ടുവരുന്ന സിസ്റ്റർ പറഞ്ഞു. അല്ല കാർത്തി, ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയത്? ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? നിന്നെ വിളിക്കാന്നും പറഞ്ഞ മായ മുറിന്ന് പോയത്. പിന്നെ അവള് തിരിച്ചു വന്നില്ല. അതിനിടയിൽ എന്റെ ബോധവും പോയി. ഞാൻ എങ്ങനെയാടാ ഇവിടെ എത്തിയത്? ഒരു ഉൾവിളി ഉണ്ടായതുപോലെ ഞാൻ ആ സമയത്ത് വീട്ടിലെത്തുകയായിരുന്നു. ഞാനാ മോളുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. നിന്റെ മനസ്സൊന്ന് വേദനിച്ച ആ നിമിഷം ഞാൻ അറിയില്ല വൈക. അല്ല, മായ വന്നില്ലേ? മായൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ അറിഞ്ഞു അവളെ ആരോ മുറിയിലിട്ട് പൂട്ടിക്കളഞ്ഞു. പൂട്ടിക്കളഞ്ഞെന്നോ? ആര്? വേറെ ആര്? നിന്നെ എടുത്ത് ആംബുലൻസിലേക്ക് കയറ്റുമ്പോ ആളെ ഞാൻ കണ്ടായിരുന്നു. സുന്ദരി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു. ചെയ്യും കാർത്തി, സുന്ദരി അത് ചെയ്യും. ഞാനും എന്റെ കുഞ്ഞ് രക്ഷപ്പെടാൻ പാടില്ലെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് വിടുവൈക. അതൊക്കെ ഓർത്ത് നീ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നത്? മായയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ല. അല്ല, അമ്മ കാണാൻ വന്നിരുന്നോ? ഇല്ല. സുന്ദരി പറയുന്നല്ലേ നിന്റെ അമ്മ കേൾക്കൂ.